സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളോടൊരു രഹസ്യം പറയാൻ പോവുകയാണ്. ഇത് ശരിയായ രീതിയിൽ നിങ്ങൾ ചെയ്താൽ വെറും 3 രാത്രികൾ കൊണ്ട് നിങ്ങളുടെ തലവര എങ്ങനെ മാറിയെന്ന് ആളുകൾ അത്ഭുതത്തോടെ ചോദിക്കും. ഇതൊരിക്കലും പുസ്തകങ്ങളിൽ വായിച്ച വെറുമൊരു തിയറിയല്ല. ലോകം മുഴുവൻ കോണ്ടസ്റ്റ് ക്വീൻ എന്ന് വിളിക്കുന്ന ഹെലൻ ഹാഡ്സൽ നേരിട്ട് പരീക്ഷിച്ച് വിജയിച്ചൊരു പ്രാക്ടിക്കൽ രഹസ്യമാണിത്. കാറുകൾ, വീടുകൾ, പണം, വിദേശയാത്രകൾ തുടങ്ങി ആയിരക്കണക്കിന് മത്സരങ്ങളാണ് അവർ വിജയിച്ചത്. അതും സ്വന്തം ഉപബോധ മനസ്സിന് കൃത്യമായ ഒരു കമാൻഡ് നൽകിക്കൊണ്ട് മാത്രം. നിങ്ങളിൽ പലരും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകും, ഇതൊക്കെ സത്യത്തിൽ നടക്കുന്ന കാര്യമാണോ? വെറുതെ ചിന്തിച്ചുറങ്ങിയാൽ ഒരു മനുഷ്യന് കോടീശ്വരനാകാൻ കഴിയുമോ? എന്റെ ഉത്തരം അതേ എന്നാണ്. പക്ഷെ നിങ്ങളത് ശരിയായ രീതിയിൽ ചെയ്യണം എന്ന് മാത്രം. കാരണം രാത്രി ഉറങ്ങുന്നതിനു മുൻപ് നിങ്ങളുടെ തലച്ചോറിനെ പ്രോഗ്രാം ചെയ്യാനുള്ള ഒരു രീതിയാണിത്. 100% വിശ്വാസത്തോടെയും ശരിയായ ടെക്നിക്കിലൂടെയും ഇത് ചെയ്യുന്നവരുടെ ജീവിതത്തിൽ തീർച്ചയായും അത്ഭുതങ്ങൾ സംഭവിക്കും. എന്തുകൊണ്ട് രാത്രി സമയം മാത്രം? ശ്രദ്ധിച്ചു കേൾക്കുക. രാത്രി നിങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറ് പതുക്കെ ആൽഫ സ്റ്റേറ്റിലേക്കും പിന്നീട് തീറ്റ സ്റ്റേറ്റിലേക്കും പോകും. ഈ സമയത്താണ് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഏറ്റവും കൂടുതൽ തുറന്നിരിക്കുന്നത്. പകൽ സമയത്ത് നമ്മൾ എന്ത് ചിന്തിച്ചാലും നമ്മുടെ ബോധമനസ്സ്, അതായത് ഉണർന്നിരിക്കുന്ന മനസ്സ്, അതിലൊരു സെൻസർ വയ്ക്കും. അത് സംശയിക്കും, പേടിക്കും, യുക്തി ചിന്തിക്കും. എന്നാൽ രാത്രിയിൽ ആ സെൻസർ ഉറങ്ങാൻ തുടങ്ങുകയും നിങ്ങളുടെ ചിന്തകൾ നേരിട്ട് ഉപബോധ മനസ്സിലേക്ക് കടക്കുകയും ചെയ്യുന്നു. പ്രപഞ്ചത്തിലേക്ക് നിങ്ങളുടെ ഓർഡർ നൽകാനുള്ള ജനാലയാണ് ഈ സമയം. എന്തായിരുന്നു ഹെലന്റെ രഹസ്യം? ഹെലൻ പറഞ്ഞിരുന്നത് ഇതാണ്: എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുൻപ് എനിക്ക് എന്താണോ വേണ്ടത് അത് ഞാനൊരു കമാൻഡായി എന്റെ മനസ്സിന് നൽകുമായിരുന്നു. ആ ആഗ്രഹം എന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായി എന്ന് ഞാൻ ആഴത്തിൽ ഫീൽ ചെയ്യുകയും അടുത്ത ദിവസം മുതൽ പ്രപഞ്ചം പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്യും. അവരുടെ രീതി ഇതായിരുന്നു. തലയിണയുടെ അടിയിൽ അവർ ഒരു പ്രതീകം സൂക്ഷിച്ചിരുന്നു. ആ പ്രതീകം അവർക്കൊരു ട്രിഗറായിരുന്നു. എല്ലാ രാത്രിയും അത് കാണുമ്പോൾ ഇന്നെനിക്ക് പ്രപഞ്ചത്തിന് എന്റെ ഓർഡർ നൽകണം എന്ന് തലച്ചോറ് ഓർക്കും. എന്നിട്ടവർ പറയും, ഞാൻ 3 ദിവസം കൊണ്ട് $3000 നേടിയിരിക്കുന്നു, നന്ദി പ്രപഞ്ചമേ. അതിശയിപ്പിക്കുന്ന കാര്യമെന്തെന്നാൽ ഈ രീതി അവർ 100 കണക്കിന് തവണ ആവർത്തിച്ചു. ഓരോ തവണയും ഞെട്ടിക്കുന്ന റിസൾട്ടുകൾ അവർക്ക് ലഭിച്ചു. എന്തായിരുന്നു ആ പ്രതീകം സുഹൃത്തുക്കളെ? അതൊരു മാന്ത്രിക വസ്തുവൊന്നുമായിരുന്നില്ല. ആ പ്രതീകം ചിലർക്കൊരു ചെറിയ കല്ലാകാം, ചിലർക്ക് പേപ്പറിൽ വരച്ചൊരു ചിഹ്നമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും മതപരമായ അടയാളമാകാം. നിങ്ങളുടെ തലച്ചോറിനെ ഓർഡർ നൽകാൻ ഓർമ്മിപ്പിക്കുന്ന എന്തുമാവാം അത്. അതൊരു ശീലമുണ്ടാക്കിയെടുക്കാൻ മാത്രമുള്ളതാണ് എന്ന് ഹെലൻ പറഞ്ഞിരുന്നു. നിങ്ങളത് മറക്കാതിരിക്കാനും എല്ലാ രാത്രിയും കമാൻഡ് ആവർത്തിക്കാനും വേണ്ടിയാണത്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. ഇത് തെറ്റിച്ചാൽ മുഴുവൻ പ്രോസസ്സും പാഴായിപ്പോകും. കമാൻഡ് നൽകുമ്പോൾ 3 കാര്യങ്ങൾ ചെയ്യണം. ഫീലിംഗ്, വെറുതെ പറഞ്ഞാൽ പോരാ, അനുഭവിക്കണം. ആ കാര്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്ന് ഫീൽ ചെയ്യുക. പണം നിങ്ങളുടെ കൈകളിലിരിക്കുന്നതുപോലെ, അത് എണ്ണുന്നതുപോലെ, അതിന്റെ മണം വരെ നിങ്ങൾക്ക് അനുഭവപ്പെടണം. നന്ദി, പ്രപഞ്ചത്തോട് നന്ദി പറയുക. ആ കാര്യം നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു എന്ന രീതിയിൽ വേണം പറയാൻ. ഈ നന്ദി പ്രകടിപ്പിക്കൽ നിങ്ങളെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറ്റുന്നു. വ്യക്തത, എന്താണോ വേണ്ടത് അത് കൃത്യമായി പറയുക. വ്യക്തതയില്ലാത്ത ഓർഡറുകൾ പ്രപഞ്ചത്തിന് കൺഫ്യൂഷനുണ്ടാക്കും. എനിക്ക് വേഗം പണം വേണം എന്ന് പറയുന്നതിനു പകരം ഞാൻ 3 ദിവസം കൊണ്ട് 5 ലക്ഷം രൂപ നേടിയിരിക്കുന്നു എന്ന് പറയുക. എന്തുകൊണ്ട് വെറും 3 ദിവസം? ആദ്യ ദിവസം നിങ്ങളുടെ ഓർഡർ ഉപബോധ മനസ്സിലേക്ക് പോകുന്നു. രണ്ടാമത്തെ ദിവസം ആ എനർജി പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നു. 3-ാമത്തെ ദിവസം അത് യാഥാർത്ഥ്യമായി മാറാൻ തുടങ്ങുന്നു എന്നാണ് ഹെലൻ പറഞ്ഞത്. ഈ പാറ്റേൺ ഹെലൻ 30 വർഷത്തോളം പിന്തുടർന്നു. ഓരോ തവണയും ഫലം നേടി. 3 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും തടസ്സം വന്നാൽ ഒന്നുകിൽ തന്റെ വിശ്വാസം കുറഞ്ഞുവെന്നോ അല്ലെങ്കിൽ ഓർഡർ ശരിയായ രീതിയിൽ നൽകിയില്ലെന്നോ അവർ മനസ്സിലാക്കി. സുഹൃത്തുക്കളെ, പണവും വിജയവും ഭാഗ്യവുമെല്ലാം മറ്റുള്ളവർക്ക് മാത്രമുള്ളതാണെന്ന് നിങ്ങൾ ഇന്നും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ പരിമിതപ്പെടുത്തുകയാണ്. പ്രപഞ്ചം എല്ലാവർക്കും അനന്തമാണ്. ചിലർ തനിക്കുവേണ്ടി പ്രപഞ്ചത്തോട് ചോദിക്കുന്നു, മറ്റു ചിലർ മിണ്ടാതെ കാത്തിരിക്കുന്നു എന്നതാണ് വ്യത്യാസം. ഇനി കാത്തിരിക്കാൻ വയ്യാത്തവർക്കും സ്വന്തം കമാൻഡ് കൊണ്ട് ജീവിതം മാറ്റാൻ ആഗ്രഹിക്കുന്നവർക്കുമുള്ളതാണ് ഈ രഹസ്യം. സുഹൃത്തുക്കളെ, ഹെലൻ ഹാഡ്സൽ വെറും 3 ദിവസം കൊണ്ട് എങ്ങനെ മികച്ച ഫലം നേടിയെന്ന് മുൻ അധ്യായത്തിൽ നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ ഈ രഹസ്യം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കും എന്നതാണ് യഥാർത്ഥ ചോദ്യം. ഉറങ്ങിക്കൊണ്ടുതന്നെ നിങ്ങൾക്കും എങ്ങനെ ഭാഗ്യം കൊണ്ടുവരാം? കാരണം വെറുതെ കേൾക്കുന്നതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. അത് ചെയ്യുന്നതിലും ശരിയായ രീതി അറിയുന്നതിലുമാണ് യഥാർത്ഥ ശക്തി. ഈ അധ്യായത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രതീകം ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മനസ്സിലാക്കാൻ എളുപ്പമുള്ള രീതിയിൽ തലച്ചോറിനും പ്രപഞ്ചത്തിനും വ്യക്തമാകുന്ന തരത്തിൽ കമാൻഡ് എങ്ങനെ തയ്യാറാക്കാം. വേഗത്തിൽ ഫലം ലഭിക്കാൻ എപ്പോൾ എങ്ങനെ ചെയ്യണം? 95% ആളുകളും വരുത്തുന്ന എല്ലാം നശിപ്പിക്കുന്ന തെറ്റുകൾ എന്തൊക്കെയാണ്? പ്രതീകം എങ്ങനെ തിരഞ്ഞെടുക്കാം? ആദ്യം നമുക്ക് പ്രതീകത്തെക്കുറിച്ച് സംസാരിക്കാം. നോക്കൂ സുഹൃത്തുക്കളെ, പ്രതീകം ഒരു തന്ത്രമന്ത്ര വസ്തുവല്ല.
ഇതൊരു വിഷ്വൽ ട്രിഗർ മാത്രമാണ്, കമാൻഡ് നൽകാൻ നിങ്ങളുടെ തലച്ചോറിനെ ഓർമ്മിപ്പിക്കുന്നു. പ്രതീകം വ്യക്തിപരമായി നിങ്ങൾക്ക് സവിശേഷമായി തോന്നുന്നതും പോസിറ്റീവ് ഫീലിംഗ് നൽകുന്നതുമായിരിക്കണം എന്ന് ഹെലൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് മതപരമായ വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങളുടെ ദൈവത്തിന്റെ ചെറിയ ചിത്രമോ ചിഹ്നമോ തിരഞ്ഞെടുക്കാം. പ്രകൃതിയെ ഇഷ്ടമാണെങ്കിൽ ചെറിയ കല്ലോ സ്ഫടികമോ സൂക്ഷിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഓർഡർ എഴുതിയ ഒരു കടലാസ് കഷണം പോലെയുള്ള ലളിതമായ എന്തെങ്കിലുമാകാം. അടിസ്ഥാനപരമായി പ്രതീകത്തിന്റെ ലക്ഷ്യം നിങ്ങളുടെ രാത്രിയിലെ ശീലത്തെ ട്രിഗർ ചെയ്യുക എന്നത് മാത്രമാണ്. കമാൻഡ് എങ്ങനെ തയ്യാറാക്കാം? ഇനി വരുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. സുഹൃത്തുക്കളെ, 95% ആളുകളും ഈ തെറ്റാണ് ചെയ്യുന്നത്. അവർ ഓർഡർ വളരെ കൺഫ്യൂസിംഗ് ആക്കും. പ്രപഞ്ചത്തിനു പോലും നിങ്ങൾക്കെന്താണ് വേണ്ടതെന്ന് മനസ്സിലാകില്ല, എന്നിട്ട് ഇതെല്ലാം അസംബന്ധമാണെന്ന് പറയും. കമാൻഡിൽ 3 കാര്യങ്ങൾ വ്യക്തമായി ഉണ്ടായിരിക്കണം. കൃത്യമായ തുക അല്ലെങ്കിൽ വേണ്ട കാര്യം വ്യക്തമായി എഴുതുക. ഉദാഹരണത്തിന്, ഞാൻ 3 ദിവസം കൊണ്ട് 50,000 രൂപ നേടിയിരിക്കുന്നു. സമയം എപ്പോൾ വേണമെന്ന് ഉറപ്പായും പറയുക. കാരണം ഡെഡ്ലൈൻ ഇല്ലാത്ത ഓർഡറുകൾ പലപ്പോഴും വർഷങ്ങളോളം മാറ്റിവെക്കപ്പെടും. നന്ദി, കാര്യം ലഭിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് പ്രപഞ്ചത്തോട് നന്ദി പറയുക. നന്ദി പ്രപഞ്ചമേ. അപ്പോൾ കമാൻഡ് ഇങ്ങനെയായിരിക്കും: ഞാൻ 3 ദിവസം കൊണ്ട് 50,000 രൂപ നേടിയിരിക്കുന്നു. നന്ദി പ്രപഞ്ചമേ. എപ്പോൾ എങ്ങനെ പറയണം? ടൈമിങ്ങിന്റെ കളി മനസ്സിലാക്കുക. നിങ്ങൾ കിടക്കയിൽ കിടന്ന് ലൈറ്റുകൾ അണച്ച് കണ്ണുകൾ അടയ്ക്കുമ്പോൾ നിങ്ങളുടെ പ്രതീകം കയ്യിലെടുക്കുകയോ തലയിണയ്ക്ക് താഴെ വയ്ക്കുകയോ ചെയ്യുക. നിങ്ങളുടെ കമാൻഡ് പതുക്കെ 10 തവണയെങ്കിലും പറയുക. ഓരോ തവണ പറയുമ്പോഴും ആ കാര്യം ഇപ്പോൾ നിങ്ങളുടെ പക്കലുണ്ടെന്ന് ഫീൽ ചെയ്യുക. അതിനുശേഷം അതേ ഫീലിംഗോടെ ഉറങ്ങാൻ ശ്രമിക്കുക. എത്രയും വേഗം നിങ്ങൾ ഈ ഫീലിംഗോടെ ഉറങ്ങുന്നുവോ അത്രയും വേഗം ഓർഡർ ഉപബോധ മനസ്സിലേക്ക് പോകും. ആളുകൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റുകൾ. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം, കാരണം പലരും ഈ ടെക്നിക്ക് തുടങ്ങുമെങ്കിലും റിസൾട്ട് ലഭിക്കില്ല. എന്തുകൊണ്ട്? കാരണം അവർ ഈ 3 തെറ്റുകൾ ചെയ്യുന്നു. സംശയിക്കുക. ആദ്യ ദിവസം തന്നെ ഇത് നടക്കുമോ ഇല്ലയോ എന്ന് സംശയിക്കുന്നു. ഈ സംശയം മുഴുവൻ എനർജിയും നശിപ്പിക്കും. കമാൻഡ് മാറ്റുക. ഓരോ രാത്രിയും കമാൻഡ് മാറ്റുന്നു. ഒരു ദിവസം 500 വേണമെന്ന് പറയുന്നു, അടുത്ത ദിവസം 1,00,000 വേണമെന്ന് പറയുന്നു. ഇതാണ് ഏറ്റവും വലിയ തെറ്റ്. സ്ഥിരത ഇല്ലായ്മ 3 ദിവസം തുടർച്ചയായി ചെയ്യണം. ഇടയിൽ ഒരു ദിവസം നിർത്തിയാലും എനർജി ബ്രേക്കാകും. എന്തുകൊണ്ട് 3 രാത്രികൾ മാത്രം പവർഫുൾ ആകുന്നു? കാരണം പുതിയ കണക്ഷനുകൾ തലച്ചോറിലുണ്ടാകാൻ കുറഞ്ഞത് 3 ദിവസമെങ്കിലും തുടർച്ചയായി ഇത് ചെയ്യണമെന്ന് മനഃശാസ്ത്രവും ആത്മീയശാസ്ത്രവും പറയുന്നു. 3 ദിവസം കൊണ്ട് നിങ്ങളുടെ മനസ്സ് ആ ഓർഡർ സത്യമാണെന്ന് വിശ്വസിക്കാൻ തുടങ്ങുകയും അതേ എനർജി പ്രപഞ്ചത്തിലേക്ക് തുടർച്ചയായി എത്തുകയും യാഥാർത്ഥ്യത്തിലേക്ക് മാറാൻ തുടങ്ങുകയും ചെയ്യുന്നു. സുഹൃത്തുക്കളെ, പ്രതീകത്തിന്റെയും കമാൻഡിന്റെയും ശരിയായ രീതി നിങ്ങൾ മനസ്സിലാക്കി. എന്നാൽ നിങ്ങളുടെ എനർജിയുടേതാണ് യഥാർത്ഥ കളി. നിങ്ങളുടെ ഉള്ളിൽ പേടിയും സംശയവുമാണെങ്കിൽ കമാൻഡ് എത്ര മികച്ചതായാലും അത് ശരിയായ ശക്തിയോടെ പ്രപഞ്ചത്തിലെത്തില്ല. ഓർക്കുക, പ്രപഞ്ചം നിങ്ങളുടെ വാക്കുകളല്ല, നിങ്ങളുടെ എനർജിയാണ് കേൾക്കുന്നത്. നിങ്ങളുടെ വികാരങ്ങളാണ് കേൾക്കുന്നത്. നിങ്ങളുടെ വികാരങ്ങളെ എങ്ങനെ പോസിറ്റീവ് എനർജിയാക്കി മാറ്റാമെന്ന് ഈ അധ്യായത്തിൽ ഞാൻ പറഞ്ഞുതരാം. രാത്രിയിലെ ഏതൊക്കെ ശീലങ്ങളാണ് നിങ്ങളുടെ എനർജി ഇല്ലാതാക്കുന്നത്? ഉറങ്ങുന്നതിനു മുമ്പ് ചെയ്യാവുന്ന എളുപ്പമുള്ള ഏതൊക്കെ കാര്യങ്ങളാണ് നിങ്ങളുടെ എനർജി ഉയർന്ന ഫ്രീക്വൻസിയിലേക്ക് കൊണ്ടുപോകുന്നത്? ആദ്യം നിങ്ങളുടെ പേടിയും സംശയവും എങ്ങനെ ഇല്ലാതാക്കാം? സുഹൃത്തുക്കളെ, ഭയവും സംശയവുമാണ് നിങ്ങളുടെ എനർജി ഫീൽഡിന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ. ഈ 2 കാര്യങ്ങൾ നിങ്ങളുടെ സന്ദേശത്തിന്റെ ശക്തി പകുതിയാക്കും. അതിനാൽ ഉറങ്ങുന്നതിന് തൊട്ടുമുമ്പ് 5 തവണ നിങ്ങളോട് തന്നെ പറയുക: എന്റെ ഓർഡർ സത്യമാണ്. ഞാനിതിന് അർഹനാണ്. ഞാൻ പ്രപഞ്ചത്തെ പൂർണ്ണമായും വിശ്വസിക്കുന്നു. സംശയത്തിൽ നിന്ന് പുറത്തുകടക്കാൻ ഈ വാക്കുകൾ നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യും. ഉപബോധ മനസ്സിൽ വിശ്വാസം ഉറച്ചുകഴിഞ്ഞാൽ പ്രപഞ്ചത്തിന് നിങ്ങളുടെ ഓർഡർ അനുസരിക്കാൻ നിർബന്ധിതനാകും. ഹൈ എനർജിക്ക് വേണ്ടി രാത്രിയിലെ 3 പവർഫുൾ ശീലങ്ങൾ. നല്ല ചിന്തകളുടെ ലിസ്റ്റുണ്ടാക്കുക. ഉറങ്ങുന്നതിനു മുമ്പ് പകൽ നടന്ന 5 നല്ല കാര്യങ്ങളോർത്ത് നന്ദി പറയുക. ഇത് നിങ്ങളുടെ മനസ്സിനെ നെഗറ്റിവിറ്റിയിൽ നിന്ന് മോചിപ്പിക്കുകയും എനർജി പവർഫുള്ളാക്കുകയും ചെയ്യുന്നു. ദീർഘമായി ശ്വസിക്കുക. ആഴത്തിൽ ശ്വാസമെടുത്ത് പതുക്കെ പുറത്തേക്ക് വിടുക, കുറഞ്ഞത് 10 തവണയെങ്കിലും. ഇത് മനസ്സിനെ ശാന്തമാക്കുകയും ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കുകയും നിങ്ങളെ ആഴത്തിലുള്ള റിലാക്സേഷനിലേക്ക് കൊണ്ടുപോകുകയും ചെയ്യുന്നു. ഈ റിലാക്സേഷൻ നിങ്ങളുടെ എനർജിയെ പ്രപഞ്ചവുമായി ബന്ധിപ്പിക്കുന്നു. നെഗറ്റിവിറ്റി ക്ലീനിംഗ് വിഷ്വലൈസേഷൻ. വെളുത്ത പ്രകാശം നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇറങ്ങിവരുന്നതായും നിങ്ങളുടെ ഉള്ളിലെ പേടിയും സംശയവും ദേഷ്യവും പുറത്തേക്ക് പോകുന്നതായും സങ്കൽപ്പിക്കുക. ഈ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ഉള്ളിലെ ബ്ലോക്കുകൾ നീക്കം ചെയ്യുകയും നിങ്ങളുടെ എനർജി ക്ലീനാക്കുകയും ചെയ്യുന്നു. എനർജി നശിപ്പിക്കുന്ന തെറ്റുകൾ. പലരും ഒരു കാര്യം ചെയ്ത് എല്ലാം നശിപ്പിക്കുന്നു. ഉറങ്ങുന്നതിനു മുമ്പ് മൊബൈൽ സ്ക്രോൾ ചെയ്യുന്നത് ഇത് മനസ്സിനെ വ്യതിചലിപ്പിക്കുകയും നെഗറ്റിവിറ്റി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ദേഷ്യത്തോടെയോ ഭയത്തോടെയോ ഉറങ്ങുക.
പകൽ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ അതുമായി ഉറങ്ങാൻ പോകരുത്. ആദ്യം അത് ഉപേക്ഷിക്കുക, അല്ലാത്തപക്ഷം അതേ നെഗറ്റിവിറ്റി നിങ്ങളുടെ ഓർഡറിനെ ദുർബലപ്പെടുത്തും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുക. എന്റെ ഭാഗ്യം മോശമാണ്, ലോകം മോശമാണ്. ഈ ചിന്ത നിങ്ങളുടെ എനർജിയെ ഏറ്റവും താഴെത്തട്ടിലെത്തിക്കുന്നു. പോസിറ്റീവ് എനർജി കൊണ്ട് മാറ്റങ്ങൾ എങ്ങനെ കാണാൻ കഴിയും? നിങ്ങൾ ഈ ശീലങ്ങൾ ശരിയായി ചെയ്യാൻ തുടങ്ങുമ്പോൾ 1-2 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് അനുഭവപ്പെടും ഉറക്കം ആഴത്തിലുള്ളതും സമാധാനപരവുമാകുമെന്ന്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പോസിറ്റീവ് എനർജി അനുഭവപ്പെടും. ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാകാൻ തുടങ്ങും. ആളുകൾ പെട്ടെന്ന് നിങ്ങളോട് നന്നായി പെരുമാറാൻ തുടങ്ങും. ഏറ്റവും വലിയ മാറ്റം, നിങ്ങൾ രാത്രിയിൽ നൽകിയ ഓർഡർ വേഗത്തിൽ യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. എന്തുകൊണ്ടാണ് രാത്രിയിലെ ഈ രഹസ്യം പ്രവർത്തിക്കുന്നത്? കാരണം ഉറങ്ങുന്നതിനു മുമ്പ് തലച്ചോറ് ആൽഫ, തീറ്റ തരംഗങ്ങളിലേക്ക് പോകുന്നു. ഇവിടെയാണ് ഉപബോധമനസ്സ് ഏറ്റവും സജീവമാകുന്നത്. ആ സമയത്ത് നൽകുന്ന കമാൻഡ് നേരിട്ട് നിങ്ങളുടെ ആഴത്തിലുള്ള മനസ്സിലേക്കും പ്രപഞ്ചത്തിലേക്കും എത്തുന്നു. ഈ കമാൻഡ് ഉയർന്ന എനർജിയോടെ പോകുമ്പോൾ പ്രപഞ്ചത്തിന് പ്രതികരിക്കേണ്ടിവരും. സുഹൃത്തുക്കളെ, ശരിയായ കമാൻഡ് എങ്ങനെ നൽകാമെന്നും പ്രതീകം എങ്ങനെ ഉപയോഗിക്കാമെന്നും നിങ്ങളുടെ എനർജി ഉയർന്ന വൈബ്രേഷനിൽ എങ്ങനെ കൊണ്ടുവരാമെന്നും നിങ്ങൾ ഇതുവരെ പഠിച്ചു. എന്നാൽ യഥാർത്ഥ കളി ഇവിടെ തുടങ്ങുന്നു. കാരണം നിങ്ങൾ എത്ര ശരിയായ ഓർഡർ നൽകിയാലും നിങ്ങളുടെ ഉപബോധമനസ്സ് ആ ഓർഡർ വിശ്വസിക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൽ എത്തുന്നതിനു മുമ്പ് ആ ഓർഡർ മരിക്കും. എന്തുകൊണ്ട്? കാരണം പ്രപഞ്ചത്തിനു മുമ്പ് നിങ്ങളുടെ ഉപബോധമനസ്സാണ് ആദ്യത്തെ വാതിൽ. ഈ വാതിൽ തുറക്കാത്തിടത്തോളം കാലം പ്രപഞ്ചത്തിന് നിങ്ങളുടെ ഓർഡർ ഡെലിവർ ചെയ്യാൻ കഴിയില്ല. ആദ്യം ഉപബോധമനസ്സിനെ തിരിച്ചറിയുക. നിങ്ങളുടെ ഉപബോധമനസ്സ് ഒരു കുട്ടിയാണ്. എന്നാൽ ഈ കുട്ടി നിങ്ങളുടെ ജീവിതത്തിന്റെ 95% നിയന്ത്രിക്കുന്നു. ഈ കുട്ടി തർക്കിക്കുന്നില്ല. നിരന്തരം ആവർത്തിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് അത് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ചെറുപ്പം മുതലേ പണം കൊണ്ട് എല്ലാം ചീത്തയാകുമെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ, എന്റെ ഭാഗ്യം മോശമാണ്, എനിക്കൊരിക്കലും നല്ലതൊന്നും സംഭവിക്കില്ല, ഇതുതന്നെയാണ് ഉപബോധമനസ്സ് സത്യമാണെന്ന് വിശ്വസിച്ചത്. ഞാൻ സമ്പന്നനാണ്, എനിക്ക് വിജയം ലഭിക്കുന്നുവെന്ന് നിങ്ങളിപ്പോൾ ഓർഡർ നൽകുമ്പോൾ ഉപബോധമനസ്സ് പറയുന്നു നുണയാണ്, അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ ഓർഡർ നിരസിക്കപ്പെടും. ഉപബോധമനസ്സിനെ എങ്ങനെ റീപ്രോഗ്രാം ചെയ്യാം? സുഹൃത്തുക്കളെ, ഇതിനായി ഞാൻ നിങ്ങൾക്ക് 3 സൈക്കോളജിക്കൽ ട്രിക്കുകൾ നൽകാം. അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. ആവർത്തനം, വീണ്ടും വീണ്ടും ആവർത്തിക്കുക. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും കുറഞ്ഞത് 21 തവണ ഓർഡർ പറയുക. ഞാൻ സമ്പന്നനാണ്, ഞാൻ വിജയിയാണ്, പ്രപഞ്ചം എന്നെ സഹായിക്കുന്നു. കാരണം ആവർത്തനം ഉപബോധമനസ്സിന്റെ പഴയ പ്രോഗ്രാമുകളെ ദുർബലപ്പെടുത്തുകയും പുതിയ പ്രോഗ്രാമിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഫീലിംഗ് അനുഭവിക്കുക. വെറുതെ പറയരുത്. ഞാൻ സമ്പന്നനാണെന്ന് പറയുമ്പോൾ സമ്പന്നനാണെന്ന് സ്വയം ഫീൽ ചെയ്യുക. നിങ്ങളുടെ പക്കൽ ലക്ഷക്കണക്കിന് രൂപയുള്ളതുപോലെ. ഹൃദയമിടിപ്പ് വർദ്ധിക്കണം. സന്തോഷം തോന്നണം. ഈ ഫീലിംഗാണ് കമാൻഡിനെ സൂപ്പർ പവറാക്കുന്നത്. വിഷ്വലൈസേഷൻ, കണ്ണുകൾ കൊണ്ട് കാണുക. ഓർഡർ ഭാവനയിൽ കാണുക. നിങ്ങൾ പുതിയ വീട് വാങ്ങിയതുപോലെ. കാറിന്റെ താക്കോൽ കയ്യിൽ കിട്ടി, അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ടിൽ ലക്ഷങ്ങളുടെ ബാലൻസ് കണ്ടു. എന്തുകൊണ്ട്? കാരണം വാക്കുകളേക്കാൾ വേഗത്തിൽ ഉപബോധമനസ്സ് ചിത്രങ്ങളെ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ഉപബോധമനസ്സിനെ ദുർബലപ്പെടുത്തുന്ന 3 വലിയ ശത്രുക്കൾ. പലരും കഠിനാധ്വാനം ചെയ്യുന്നു. എന്നിട്ടും ഓർഡർ പ്രവർത്തിക്കാത്തത് എന്തുകൊണ്ട്? കാരണം അവർ ഈ തെറ്റുകൾ ചെയ്യുന്നു. ഭയവും സംശയവും. ഓർഡർ നൽകിയ ശേഷം അവർ ചിന്തിക്കുന്നു, എവിടെയെങ്കിലും തെറ്റ് സംഭവിക്കുമോ? ഇത് ശരിക്കും പ്രവർത്തിക്കുമോ? ഈ ഭയം ഓർഡർ ക്യാൻസൽ ചെയ്യുന്നു. നെഗറ്റീവ് ആളുകളോടൊപ്പം സമയം ചിലവഴിക്കുന്നത്. അവരുടെ വാക്കുകൾ നിങ്ങളുടെ ഉപബോധമനസ്സിനെ വിഷം പോലെ ബാധിക്കുന്നു. ഓർഡർ മാറ്റുക. ഇന്ന് ഞാൻ സമ്പന്നനാണെന്ന് പറയുന്നു. നാളെ പണം ഉപയോഗശൂന്യമാണെന്ന് പറയുന്നു. ഇത് ഉപബോധമനസ്സിനെ കൺഫ്യൂഷനിലാക്കുകയും ഓർഡറിന്റെ ഫലം ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇതിന് ചില ലക്ഷണങ്ങളുണ്ട്. പെട്ടെന്ന് പോസിറ്റീവ് ഫീലിംഗ് ഉണ്ടാകും. എവിടെ നിന്നെങ്കിലും പണം വരിക, നല്ല ഓഫർ ലഭിക്കുക, പഴയ സുഹൃത്തിൽ നിന്ന് സഹായം ലഭിക്കുക തുടങ്ങിയ ചെറിയ അത്ഭുതങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. ശ്രമിക്കാതെ തന്നെ ശരിയായ സമയത്ത് ശരിയായ ആളുകളെ നിങ്ങൾ കണ്ടുമുട്ടാൻ തുടങ്ങും. ഓർക്കുക, നിങ്ങളുടെ ഓർഡർ ഇപ്പോൾ വാക്കുകൾ മാത്രമല്ല എന്നതിന്റെ സൂചനകളാണിവ. അത് നിങ്ങളുടെ ഉപബോധമനസ്സിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞു. അപ്പോൾ പ്രപഞ്ചം തന്നെ ആ ഓർഡർ നിറവേറ്റാനുള്ള പ്രവർത്തനങ്ങൾ തുടങ്ങും. പ്രപഞ്ചത്തിന്റെ ഫോർമുല ലളിതമാണ്. നിങ്ങളുടെ ഉപബോധമനസ്സ് സത്യമാണെന്ന് വിശ്വസിക്കുന്നത് എന്തും പ്രപഞ്ചത്തിൽ നിങ്ങൾക്ക് യാഥാർത്ഥ്യമാകാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഈ അധ്യായം ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം നിങ്ങളുടെ ഓർഡർ ഹൃദയത്തിൽ നിന്ന് ഉപബോധമനസ്സിന്റെ തലത്തിലെത്തുമ്പോൾ പ്രപഞ്ചത്തിന് അത് നിഷേധിക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, നിങ്ങൾ നിങ്ങളുടെ ഓർഡർ നൽകി. എനർജി ഉയർന്നതാക്കി ഉപബോധമനസ്സിനെ ഓർഡർ വിശ്വസിക്കാൻ നിർബന്ധിച്ചു. ഇനി അടുത്ത വലിയ ചോദ്യം, നിങ്ങളുടെ ഓർഡർ പ്രപഞ്ചം പിടിച്ചെടുത്തു എന്ന് എങ്ങനെ അറിയാം?
ഇത് എപ്പോഴാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്? കാരണം ഇവിടെയാണ് കൂടുതൽ ആളുകളും പരാജയം സമ്മതിക്കുന്നത്. പ്രപഞ്ചം പ്രവർത്തിക്കുന്നുണ്ടെന്ന് അവർ കാണുന്നില്ല. ഒന്നും നടക്കുന്നില്ല എന്ന് പറഞ്ഞ് അവർ പാതി വഴിയിൽ ഉപേക്ഷിക്കുന്നു. എന്നാൽ പ്രപഞ്ചത്തിന്റെ സൂചനകൾ വായിക്കാൻ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓർഡർ വഴിയിലാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും. നിങ്ങൾ വിശ്വാസം നിലനിർത്തിയാൽ മതി. ആദ്യം, എന്താണ് സിഗ്നലുകളുടെ സയൻസ്? പ്രപഞ്ചം നേരിട്ട് വന്ന് പറയില്ല, സഹോദരാ, നിന്റെ ഓർഡർ ഞാൻ പൂർത്തിയാക്കുകയാണ് എന്ന്. ഇത് നിങ്ങൾക്ക് സൂചനകളിലൂടെ പറഞ്ഞു തരുന്നു. ഈ സൂചനകൾ എല്ലാവർക്കും വ്യത്യസ്ത രീതികളിലാണ് ലഭിക്കുന്നത്. ചിലപ്പോൾ ഈ അടയാളങ്ങൾ ആളുകളിലൂടെയും, ചിലപ്പോൾ പാട്ടുകളിലൂടെയോ, പുസ്തകങ്ങളിലൂടെയോ, ചിലപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെയോ ലഭിക്കും. പ്രപഞ്ചം നിങ്ങളുടെ ഓർഡറിൽ പ്രവർത്തിക്കാൻ തുടങ്ങുകയും നിങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ അടയാളങ്ങൾ വരുന്നത്. ഉറച്ചു നിൽക്കുക, എല്ലാം ശരിയായി നടക്കുന്നു. നിങ്ങളുടെ ഓർഡർ വഴിയിലാണെന്ന് പറയുന്ന 5 സിഗ്നലുകൾ. ഒരേ കാര്യം വീണ്ടും വീണ്ടും കാണുകയോ കേൾക്കുകയോ ചെയ്യുക. നിങ്ങൾ സമ്പന്നനാകാൻ ഓർഡർ നൽകിയതുപോലെ പണം, വിജയം അല്ലെങ്കിൽ ഭാഗ്യം എന്നിവയുമായി ബന്ധപ്പെട്ട വാക്കുകൾ നിങ്ങൾക്ക് തുടർച്ചയായി കേൾക്കാൻ തുടങ്ങും. നിങ്ങളുടെ എനർജി പ്രപഞ്ചവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. പുതിയ അവസരങ്ങൾ പെട്ടെന്ന് ലഭിക്കാൻ തുടങ്ങുന്നു. ഓഫറുകൾ, പുതിയ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ അപ്രതീക്ഷിത വരുമാനത്തിനുള്ള അവസരങ്ങൾ എന്നിവ നിങ്ങൾക്ക് ലഭിക്കാൻ തുടങ്ങും. നോക്കൂ, വാതിലുകൾ തുറക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പ്രപഞ്ചം പറയുന്നു. സ്വപ്നങ്ങളിലെ സൂചനകൾ ചിലപ്പോൾ സമ്പത്ത്, വിജയം അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് ആ കാര്യങ്ങൾ സ്വപ്നങ്ങളിൽ കാണാൻ തുടങ്ങുന്നു. ഇതിനർത്ഥം നിങ്ങളുടെ ഉപബോധമനസ്സും പ്രപഞ്ചവും പൂർണ്ണമായും സിങ്കിലാണ് എന്നാണ്. ആഴത്തിലുള്ള സമാധാനവും പോസിറ്റീവ് ഫീലിംഗും, വിചിത്രമായ സമാധാനവും വിശ്വാസവും നിങ്ങളുടെ ഉള്ളിൽ സൃഷ്ടിക്കപ്പെടും. ഒരു കാരണവുമില്ലാതെ എല്ലാം ശരിയാകുമെന്ന് തോന്നും. ഇത് ഏറ്റവും ശക്തമായ അടയാളമാണ്. വഴിയിലെ തടസ്സങ്ങൾ പെട്ടെന്ന് നീങ്ങുന്നു. മാസങ്ങളായി കുടുങ്ങിക്കിടക്കുന്ന ചില പഴയ അപ്രതീക്ഷിത തടസ്സങ്ങൾ പെട്ടെന്ന് പരിഹരിക്കപ്പെടുകയാണെങ്കിൽ അത് പ്രപഞ്ചം നിങ്ങൾക്ക് വഴിമാറുന്നു എന്നതിന്റെ വ്യക്തമായ അടയാളമാണ്. സൂചനകൾ കണ്ടിട്ടും ആളുകൾ എന്താണ് തെറ്റ് ചെയ്യുന്നത്? അവർ അത് അവഗണിക്കുന്നു. ഇതൊരു യാദൃച്ഛികതയാണെന്ന് അവർ കരുതുന്നു. ഇതെങ്ങനെ സംഭവിക്കും? കൂടാതെ പ്രപഞ്ചത്തിന്റെ സിഗ്നലുകൾ നഷ്ടപ്പെടുത്തുന്നു. ഭയപ്പെടുന്നു. മാറ്റം കാണാൻ തുടങ്ങുമ്പോൾ അവർ പരിഭ്രാന്തരാവുകയും അവരുടെ ഓർഡർ ക്യാൻസൽ ചെയ്യുകയും ചെയ്യുന്നു. അവർ ക്ഷമ നഷ്ടപ്പെടുത്തുന്നു. അവർക്ക് പെട്ടെന്ന് ഫലം വേണം. അതുകൊണ്ട് അടയാളം കണ്ടിട്ടും അവർ പറയുന്നു, എന്തുകൊണ്ടാണ് ഇത്രമാത്രം? എന്തുകൊണ്ടാണ് എല്ലാം ഇതുവരെ സംഭവിക്കാത്തത്? എന്നിട്ട് വിശ്വാസം ഇല്ലാതാക്കുന്നു. സുഹൃത്തുക്കളെ, അടയാളങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ ഈ 3 കാര്യങ്ങൾ തീർച്ചയായും ചെയ്യുക. നന്ദി പറയുക. പ്രപഞ്ചത്തോട് നന്ദി പറയുക. എനിക്ക് സൂചനകൾ നൽകിയതിന് നന്ദി പ്രപഞ്ചമേ. ഓർഡർ ആവർത്തിക്കുക. നിങ്ങളുടെ ഓർഡർ വീണ്ടും പറയുക. ഇത് ഓർഡറിനെ കൂടുതൽ പവർഫുള്ളാക്കുന്നു. പോസിറ്റീവ് എനർജി നിലനിർത്തുക. കാരണം സിഗ്നലുകൾ നൽകിയതിനു ശേഷം പ്രപഞ്ചം നിങ്ങളുടെ ഫോക്കസും വിശ്വാസവും പരീക്ഷിക്കുന്നു. നിങ്ങൾ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ ഓർഡർ ഫൈനലാകുകയും യാഥാർത്ഥ്യമാവുകയും ചെയ്യും. ഒരു സിഗ്നൽ ലഭിക്കുമ്പോൾ ടൈംലൈൻ എങ്ങനെയിരിക്കും? ഓരോ വ്യക്തിയുടെയും ഊർജ്ജവും വിശ്വാസവും വ്യത്യസ്തമാണ്. എന്നാൽ മിക്ക ആളുകൾക്കും 3 മുതൽ 21 ദിവസങ്ങൾക്കുള്ളിൽ ചെറിയ വലിയ മാറ്റങ്ങൾ കാണാൻ തുടങ്ങും. പലപ്പോഴും വലിയ മാനിഫെസ്റ്റേഷൻ 30 മുതൽ 60 ദിവസങ്ങൾക്കുള്ളിൽ ഫൈനലാകുന്നു. നിങ്ങളുടെ വിശ്വാസം തകർന്നിട്ടില്ലെങ്കിൽ മാത്രം. സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാം ശരിയായി ചെയ്തു. ഓർഡർ നൽകി, ഉപബോധമനസ്സിനെ പ്രോഗ്രാം ചെയ്തു, പ്രപഞ്ചത്തിൽ നിന്ന് സൂചനകൾ ലഭിച്ചു. എങ്കിലും ലക്ഷ്യസ്ഥാനത്തെത്തുന്നതിനു മുമ്പ് പലരും വീഴുന്നു. എന്തുകൊണ്ട്? കാരണം ഈ പ്രക്രിയയിൽ നിങ്ങളുടെ മുഴുവൻ മാനിഫെസ്റ്റേഷനെയും നശിപ്പിക്കുന്ന ചില പൊതുവായ തെറ്റുകളുണ്ട്. മിക്ക ആളുകളും തങ്ങളുടെ സ്വപ്നം സ്വന്തമായി തകർക്കാൻ കാരണമാകുന്ന ഏറ്റവും വലിയ 5 കാരണങ്ങൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒപ്പം ഈ തെറ്റുകൾ ഒരിക്കലും വരുത്താതിരിക്കാൻ പരിഹാരങ്ങളും നൽകാം. തെറ്റ് നമ്പർ 1, ഓർഡർ പാതിവഴിയിൽ മാറ്റുക. ഞാൻ സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പലരും ഇന്ന് പറയുന്നു. നാളെ പറയുന്നു, പണം കൊണ്ട് എന്ത് കാര്യം? സമാധാനം മതിയെന്ന്. മറ്റന്നാൾ അവർ പറയുന്നു, എനിക്ക് ആവശ്യമുള്ള പണം മാത്രം മതി. ഓർക്കുക, നിങ്ങളുടെ ഓർഡർ പ്രപഞ്ചത്തിനായുള്ള GPS ലൊക്കേഷൻ പോലെയാണ്. നിങ്ങൾ ലൊക്കേഷൻ മാറ്റിക്കൊണ്ടിരുന്നാൽ പ്രപഞ്ചത്തിന് നിങ്ങൾക്ക് ശരിയായ പാത ഉണ്ടാക്കാൻ കഴിയില്ല. പരിഹാരം ഓർഡർ നൽകിയ ശേഷം കുറഞ്ഞത് 30 ദിവസമെങ്കിലും മാറ്റാതെ ദിവസവും ആവർത്തിക്കുക. തെറ്റ് നമ്പർ 2, ഫലത്തിന് പിന്നാലെ ഓടുന്നു. പലരും എന്നും പരിശോധിച്ചുകൊണ്ടിരിക്കും. എപ്പോൾ കിട്ടും? എന്തുകൊണ്ട് കിട്ടിയില്ല? ഈ രീതി ശരിയാണോ? ഇത് എനർജി ഇല്ലാതാക്കുന്നു. അത് പ്രപഞ്ചത്തിന്റെ ഏറ്റവും വലിയ ബ്ലോക്കാണ്. പരിഹാരം ഓർഡർ നൽകി പ്രപഞ്ചത്തിന് വിടുക. എല്ലാ ദിവസവും റിസൾട്ടിനു പകരം നിങ്ങളുടെ എനർജിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. തെറ്റ് നമ്പർ 3, നെഗറ്റീവ് സംസാരം. നിങ്ങളുടെ എനർജി ഫീൽഡ് വളരെ സെൻസിറ്റീവാണ്.
ഓർഡർ നൽകിയതിനു ശേഷവും ഇതെല്ലാം അസംബന്ധമാണെന്ന് പറയുന്ന നെഗറ്റീവ് ആളുകളോടൊപ്പം നിങ്ങൾ സമയം ചിലവഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് കേട്ടാൽ നിങ്ങളുടെ ഉപബോധമനസ്സ് അവരുടെ വാക്കുകളാൽ മലിനമാകും. പരിഹാരം: പോസിറ്റീവായ ആളുകൾക്കൊപ്പം നിൽക്കുക. മോട്ടിവേഷണൽ വീഡിയോകൾ കേൾക്കുക. നെഗറ്റീവായ ആളുകളെ ഒഴിവാക്കാനാകില്ലെങ്കിൽ അവരുടെ വാക്കുകൾ അവഗണിക്കാൻ ശീലിക്കുക. തെറ്റ് നമ്പർ 4: സ്വയം അർഹനല്ലെന്ന് കരുതുന്നത്. പലരും ഓർഡറുകൾ നൽകാറുണ്ടെങ്കിലും ഉള്ളിൽ നിന്ന് ചിന്തിക്കുന്നത് ഞാൻ ഇതിന് അർഹനല്ല എന്നാണ്. എനിക്കതിനുള്ള കഴിവില്ല, എന്റെ ഭാഗ്യം തന്നെ മോശമാണ്. നിങ്ങൾ പറയുന്നതല്ല, നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വിശ്വസിക്കുന്നത് മാത്രമാണ് പ്രപഞ്ചം നൽകുന്നത്. പരിഹാരം: ഞാൻ യോഗ്യനാണ് എന്ന് ദിവസവും സ്വയം പറയുക. ഞാനിതിന് അർഹനാണ്. പ്രപഞ്ചം എനിക്കിത് തരാൻ തയ്യാറാണ്. ചിലർ 3-4 ദിവസം ശ്രമിച്ച് ഒന്നും സംഭവിച്ചില്ലെന്ന് പറയും. സുഹൃത്തുക്കളെ, നിങ്ങളുടെ എനർജി മാറ്റം കാണാൻ പ്രപഞ്ചത്തിനും സമയം വേണം. തെറ്റായ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് വർഷങ്ങളോളം നിങ്ങളുടെ ജീവിതം കെട്ടിപ്പടുത്തതുപോലെ ശരിയായ പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് അത് മാറ്റാൻ കുറച്ച് ദിവസമെടുക്കും. പരിഹാരം: കുറഞ്ഞത് 21 ദിവസമെങ്കിലും പൂർണ്ണഭക്തിയോടെ ഏർപ്പെടുക. ഉപബോധമനസ്സിന്റെ പഴയ പാറ്റേണുകൾ തകർക്കുന്നതിനും പുതിയവ സജ്ജീകരിക്കുന്നതിനും ആവശ്യമായ സമയമാണിത്. ഈ തെറ്റുകൾ ഒഴിവാക്കാനുള്ള ഏറ്റവും പവർഫുള്ളായ മാർഗം എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പും രാവിലെ എഴുന്നേൽക്കുമ്പോഴും 10 മിനിറ്റ് നിങ്ങളുടെ കമാൻഡ് ആവർത്തിക്കുക, ഫീൽ ചെയ്യുക, പ്രപഞ്ചത്തോട് നന്ദി പറയുക എന്നതാണ്. ഈ ലളിതമായ ശീലമാണ് മാനിഫെസ്റ്റേഷൻ പരാജയപ്പെടുന്നതിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന നിങ്ങളുടെ ഏറ്റവും വലിയ കവചം. സുഹൃത്തുക്കളെ, എങ്ങനെ കമാൻഡ് ചെയ്യണം, ഉപബോധമനസ്സിനെ പ്രോഗ്രാം ചെയ്യണം, സിഗ്നലുകൾ വായിക്കണം, തെറ്റുകൾ ഒഴിവാക്കണം എന്നിവയെല്ലാം നിങ്ങൾ ഇതുവരെ പഠിച്ചു. എന്നാൽ മാനിഫെസ്റ്റേഷന്റെ വേഗത വർദ്ധിപ്പിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ഇന്ന് ഞാൻ നിങ്ങളോട് ടർബോ ചാർജിംഗ് ടെക്നിക്കിനെക്കുറിച്ച് പറയാൻ പോകുന്നു. അത് നിങ്ങളുടെ ഓർഡർ 10 ഇരട്ടി വേഗത്തിൽ യാഥാർത്ഥ്യമാക്കും. ടർബോ ചാർജിംഗ് എന്നാൽ എന്താണ്? പ്രപഞ്ചത്തിലെ എല്ലാം എനർജിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് നോക്കുക. നിങ്ങളുടെ എനർജി ഉയർന്ന വൈബ്രേഷൻ മോഡിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിനൊരു കാന്തമായിത്തീരും. നിങ്ങളുടെ ഓർഡർ അതിവേഗ പ്രോസസ്സിംഗ് മോഡിലേക്ക് പോകുന്നു. ടർബോ ചാർജിംഗ് എന്നാൽ നിങ്ങളുടെ ഊർജ്ജം പ്രപഞ്ചത്തിന് നിങ്ങളെ അവഗണിക്കാൻ കഴിയാത്ത ഉയർന്ന പോയിന്റിലേക്ക് എത്തിക്കുക എന്നതാണ്. ടർബോ ചാർജിംഗിന്റെ 3 പവർഫുൾ ഘട്ടങ്ങൾ. 1. ഹൈ ഇമോഷൻ വിഷ്വലൈസേഷൻ. നിങ്ങളുടെ ഓർഡറിനെക്കുറിച്ച് ചിന്തിക്കുക മാത്രമല്ല, അത് ഫീൽ ചെയ്യുകയും ചെയ്യുക. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിനു മുമ്പ് 5 മുതൽ 10 മിനിറ്റ് വരെ കണ്ണുകൾ അടച്ച് ആ കാര്യം നിങ്ങളുടെ പക്കലുണ്ടെന്ന് കാണുക. എന്നാൽ സങ്കൽപ്പിക്കുക മാത്രം ചെയ്യരുത്. അതിൽ സന്തോഷവും ആവേശവും നന്ദിയും ഫീൽ ചെയ്യുക. എന്തുകൊണ്ട്? കാരണം വികാരങ്ങളാണ് എനർജിയുടെ ഇന്ധനം. വികാരങ്ങളില്ലാത്ത വിഷ്വലൈസേഷൻ അപൂർണമാണ്. 2. ഗ്രാറ്റിറ്റ്യൂഡ് ടർബോ മന്ത്രം. ഓർഡർ പറഞ്ഞതിനുശേഷം ഓരോ തവണയും ഉച്ചത്തിലോ മനസ്സിലോ നന്ദി പ്രപഞ്ചമേ എന്ന് പറയുക. നന്ദി പ്രപഞ്ചമേ, നന്ദി പ്രപഞ്ചമേ. ഇത് 21 തവണയെങ്കിലും ആവർത്തിക്കുക. ഇത് നിങ്ങളുടെ ഓർഡറിനെ നന്ദിയുടെ ഉയർന്ന എനർജിയിൽ പൊതിഞ്ഞ് പ്രപഞ്ചത്തിലെത്തിക്കുന്നു. ഇത് നിങ്ങളോട് കൂടുതൽ വേഗത്തിൽ പ്രതികരിക്കാൻ പ്രപഞ്ചത്തെ പ്രേരിപ്പിക്കുന്നു. 3 ഇരട്ടി നിയമം. നിങ്ങളുടെ ഓർഡർ രാവിലെ എഴുന്നേൽക്കുമ്പോഴും ഉച്ചയ്ക്കും രാത്രി ഉറങ്ങുന്നതിനു മുമ്പും ദിവസത്തിൽ 3 തവണ പറയുക. ഓരോ തവണയും 5 മിനിറ്റ് ഫീലിംഗോടെ ഓർഡർ ആവർത്തിക്കുക. ഈ വ്യക്തി സീരിയസ് ആണ് എന്നതിന്റെ സൂചനയായി ഈ ട്രിപ്പിൾ എനർജി പ്രപഞ്ചത്തിന് മാറുന്നു. ഇതിന്റെ ഓർഡർ വേഗം പൂർത്തിയാക്കേണ്ടി വരും. ഈ ടെക്നിക്ക് പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ട്? കാരണം പ്രപഞ്ചത്തിന്റെ ഭാഷ വികാരങ്ങളും ആവർത്തനവുമാണ്. കുട്ടിക്കാലത്ത് അക്ഷരമാല വീണ്ടും വീണ്ടും ആവർത്തിച്ച് നിങ്ങൾ മനഃപ്പാഠമാക്കിയതുപോലെ അത് നിങ്ങൾക്ക് എത്ര പ്രധാനമാണെന്ന് നിങ്ങളുടെ ഓർഡർ ആവർത്തിക്കുന്നതിലൂടെയും ഫീൽ ചെയ്യുന്നതിലൂടെയും പ്രപഞ്ചം മനസ്സിലാക്കുന്നു. മാത്രമല്ല, അത് നിങ്ങളുടെ എനർജി പ്രതിഫലിപ്പിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ടർബോ ചാർജിങ്ങിനൊപ്പം പ്രധാന മുന്നറിയിപ്പ്. സുഹൃത്തുക്കളെ, നിങ്ങൾ ടർബോ ചാർജിംഗ് ആരംഭിക്കുമ്പോൾ ജീവിതത്തിൽ പെട്ടെന്ന് പല മാറ്റങ്ങളും വന്നേക്കാം. ചിലപ്പോൾ പഴയ ആളുകളോ സാഹചര്യങ്ങളോ മാറാൻ തുടങ്ങും. ചിലപ്പോൾ പുതിയ അവസരങ്ങൾ ലഭിക്കും. ചിലപ്പോൾ വിചിത്രമായ വെല്ലുവിളികൾ വരും. ഭയപ്പെടരുത്. നിങ്ങളുടെ ഓർഡർ യാഥാർത്ഥ്യമാകുന്ന പാതയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാനുള്ള പ്രപഞ്ചത്തിന്റെ വഴിയാണിത്. കുറഞ്ഞത് 21 ദിവസമെങ്കിലും ടർബോ ചാർജിംഗ് തുടർച്ചയായി ചെയ്യുക. ആദ്യ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് ചെറുതും വലുതുമായ സൂചനകൾ ലഭിക്കാൻ തുടങ്ങും. 21 മുതൽ 30 ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. വിശ്വാസത്തിലും ഫീലിംഗിലും നിങ്ങൾ കുറവൊന്നും വരുത്തിയിട്ടില്ലെങ്കിൽ മാത്രം. സുഹൃത്തുക്കളെ, ഓർഡർ നൽകുന്നതെങ്ങനെ, ഉപബോധമനസ്സിനെ പ്രോഗ്രാം ചെയ്യുന്നത്, തെറ്റുകൾ ഒഴിവാക്കുന്നത്, ടർബോ ചാർജിംഗ് ടെക്നിക് ഉപയോഗിച്ച് പ്രപഞ്ചത്തെ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നിവയെല്ലാം നിങ്ങൾ ഇതുവരെ പഠിച്ചു. എന്നാൽ ഏറ്റവും വലിയ ചോദ്യം ഇതാണ്: നിങ്ങളുടെ സ്വപ്നം നിങ്ങൾ നേടിയാലും അതെപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകുമോ? കാരണം പലരും തങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ച് മാസങ്ങൾക്കോ വർഷങ്ങൾക്കോ ശേഷം തുടങ്ങിയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങുന്നു.
അതായത് ദാരിദ്ര്യവും പോരാട്ടവും നിരാശയും എന്തുകൊണ്ട്? കാരണം മാനിഫെസ്റ്റേഷൻ പെർമനന്റ് ആക്കാനുള്ള വഴി അവർ പഠിച്ചില്ല. ശാശ്വതമായ മാനിഫെസ്റ്റേഷന്റെ രഹസ്യം ശ്രദ്ധിച്ചു കേൾക്കുക. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതെന്തും നിങ്ങളുടെ ഉപബോധ മനസ്സിന്റെ എനർജിയിലാണ് നിൽക്കുന്നത്. പുതിയ വിജയം നേടിയിട്ടും നിങ്ങളുടെ പഴയ പരിമിതമായ വിശ്വാസങ്ങളും നെഗറ്റീവ് ചിന്തകളും ഭയവും ഉപേക്ഷിച്ചില്ലെങ്കിൽ അവ പതുക്കെ നിങ്ങളുടെ വിജയത്തെ വിഴുങ്ങുകയും നിങ്ങൾ പഴയതുപോലെ ജീവിതം നയിക്കാൻ തുടങ്ങുകയും ചെയ്യും. ശാശ്വതമായ മാനിഫെസ്റ്റേഷൻ അർത്ഥമാക്കുന്നത് ആ വിജയത്തിന്റെ തലത്തിൽ നിങ്ങളുടെ എനർജി നിലനിർത്തുക എന്നതാണ്. അങ്ങനെ അത് നിങ്ങളുടെ പുറം ലോകത്തും തുടരും. ഇതിനായി ചെയ്യുക ഈ 5 കാര്യങ്ങൾ ദിവസവും വിജയത്തിന്റെ പുതിയ നോർമൽ ഉണ്ടാക്കുക. ഇപ്പോൾ നിങ്ങളുടെ പക്കലുള്ളത് നിങ്ങളുടെ അടിസ്ഥാന നിലവാരമാണെന്ന് നിങ്ങളുടെ മനസ്സിൽ ചിന്തിക്കുക. ഉദാഹരണത്തിന്, എനിക്ക് സമ്പത്തും സമൃദ്ധിയും സാധാരണമാണ്. ഞാൻ എല്ലാ ദിവസവും എന്റെ സ്വപ്ന ജീവിതത്തിന്റെ നിലവാരത്തിലാണ് ജീവിക്കുന്നത്. ഇത് മനസ്സിലൊരു പുതിയ സെറ്റ് പോയിന്റ് സൃഷ്ടിക്കുന്നു. നിങ്ങൾ അതേ വൈബ്രേഷനിൽ തുടരുന്നു. 2. നന്ദി പ്രകടിപ്പിക്കുന്ന ശീലം ലഭിച്ചതിന് എല്ലാ ദിവസവും നന്ദി പറയുക. രാവിലെ എഴുന്നേൽക്കുമ്പോഴും രാത്രി ഉറങ്ങുന്നതിനു മുമ്പും 5 കാര്യങ്ങൾക്ക് നന്ദി പറയുക. ആ വിജയത്തിന്റെ ഫ്രീക്വൻസിയിൽ ഗ്രേറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ഊർജ്ജത്തെ ലോക്ക് ചെയ്യുന്നു. 3. വിജയത്തിന് ശേഷവും പഠനം നിർത്തരുത്. വിജയത്തിന് ശേഷം പഠിക്കുന്നതും വളരുന്നതും പലരും നിർത്തുന്നു. ഇതാണ് അവരുടെ ഏറ്റവും വലിയ തെറ്റ്. പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ വിജയം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. 4. മറ്റുള്ളവർക്ക് നൽകുന്ന ശീലമുണ്ടാക്കുക. സ്നേഹമോ അറിവോ സഹായമോ പണമോ ഏതു രൂപത്തിലായാലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നൽകിക്കൊണ്ടിരിക്കുക. കാരണം നിങ്ങൾ പ്രപഞ്ചത്തിൽ ഗിവിംഗ് എനർജി നൽകുമ്പോൾ പ്രപഞ്ചവും നിങ്ങളുടെ ജീവിതത്തിൽ നിരന്തരമായ ഒഴുക്ക് നിലനിർത്തുന്നു. 5. നിങ്ങൾക്കെല്ലാം ലഭിച്ചു എന്ന് തോന്നിയാലുടൻ നിങ്ങളുടെ മനസ്സിൽ അടുത്ത വലിയ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. കാരണം വിജയം ഒരിക്കലും അവസാനിക്കുന്നില്ല. അത് ഒന്നുകിൽ കൂടുന്നു അല്ലെങ്കിൽ കുറയുന്നു. വലിയ സ്വപ്നങ്ങളും വലിയ ലക്ഷ്യങ്ങളും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ ശാശ്വതമാക്കുന്നു. പെർമനന്റ് മാനിഫെസ്റ്റേഷൻ ഗോൾഡൻ മന്ത്രം. ഞാൻ എപ്പോഴും പ്രപഞ്ചത്തിന്റെ ഒഴുക്കിലാണ്. ഞാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് എന്റെ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യം എന്നേക്കുമായി എന്റെ ജീവിതത്തിന്റെ ഭാഗമാണ്. ദിവസവും 11 തവണ ഇത് ആവർത്തിക്കുക. നിങ്ങൾ നേടിയെടുത്തത് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് ഇത് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ പ്രോഗ്രാം ചെയ്യും. ഓർക്കുക സുഹൃത്തുക്കളെ, കോണ്ടസ്റ്റ് ക്വീൻ ഹെലൻ ഹാഡ്സെല്ലും ഇതേ രഹസ്യമാണ് പിന്തുടർന്നത്. തന്റെ ഓർഡറുകൾ പൂർത്തിയായതിനുശേഷം അവൾ ഒരിക്കലും അവളുടെ എനർജി കുറയാൻ അനുവദിച്ചില്ല. അതുകൊണ്ടാണ് അവർ വീണ്ടും വീണ്ടും വിജയിച്ചത്. വീടുകളും ലക്ഷങ്ങളുടെ സമ്മാനങ്ങളും ലഭിച്ചു. നിങ്ങളും നിങ്ങളുടെ എനർജി ശാശ്വതമായ ഉയർന്ന വൈബ്സിൽ സൂക്ഷിക്കുക. പ്രപഞ്ചം എപ്പോഴും നിങ്ങളുടെ തലത്തിലുള്ള ഫലം നൽകുന്നത് എങ്ങനെയെന്ന് നോക്കൂ. ജീവിതം മാറ്റിമറിക്കുന്ന ഇത്തരം ആഴത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയണമെങ്കിൽ ബുദ്ധ സ്റ്റോറി ഹബ്ബുമായി ബന്ധപ്പെടണം. അതുകൊണ്ട് അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾക്കത് നഷ്ടമാകാതിരിക്കാൻ ഞങ്ങളുടെ ബുദ്ധ സ്റ്റോറി ഹബ് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ വീഡിയോയും നിങ്ങളുടെ ഉള്ളിലെ ഉറങ്ങിക്കിടക്കുന്ന ശക്തിയെ ഉണർത്തുകയും നിങ്ങളെ ജനിക്കാൻ വേണ്ടി വന്ന വ്യക്തിയാക്കുകയും ചെയ്യും. അടുത്ത വീഡിയോയിൽ ഒരു പുതിയ ചിന്തയോടും പുതിയ ഊർജ്ജത്തോടും പുതിയ ദിശയോടും കൂടി കാണാം.